ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് സംശയം എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്ലയൻസ് വരുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫിന് എന്നെ ഒരുപാട് സംശയമാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇത് കാണുന്ന വീഡിയോ കാണുന്ന 10ൽ 2 പേരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഒരു സംശയ രോഗിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മുൻകരുതൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവരോട് ഓപ്പൺ ആയിട്ട് പറയുക, ഒന്നും ഹൈഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരികയല്ലേ ചെയ്യുക എന്നുള്ളത്. അത് വെറും തെറ്റിദ്ധാരണയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറയാതിരിക്കുന്നുണ്ടാവുക പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങൾ പറയാതെ തന്നെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വഷളാവുകയാണ് ചെയ്യുക. കാരണം സംശയം എന്ന് പറയുന്ന ആ ഒരു അസുഖമുള്ള എല്ലാ ആളുകളും ഓവർ തിങ്കേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിലേക്ക് ഈ സംശയം എന്ന് പറയുന്ന സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു കള്ളമാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വഴി അത് അറിയുകയാണെങ്കിൽ, അതിൻ്റെ സത്യാവസ്ഥ അറിയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാവുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയാം. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾ നല്ലതിന് വേണ്ടി പറയാതിരിക്കുന്നതായിരിക്കാം, പക്ഷെ ഒരിക്കലും അത് നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നുള്ളതാണ്. സോ ഒന്നും അവരോട് ഹൈഡ് ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് അവരോട് പറയാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം അവർക്ക് അവരുടെ അച്ഛൻ അമ്മ അതല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് നല്ല റിലേഷൻ ആയിരിക്കാം, നല്ലൊരു ബോണ്ടിങ് ആയിരിക്കും അവരായിട്ട് ഉണ്ടാവുക. സോ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം അവരുമായിട്ട് നിങ്ങളും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക, നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത്, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അവരോട് ഡയറക്റ്റ് ആയിട്ട് പറയാം. അത് ഒറ്റയടിക്ക് പറയണമെന്നല്ല, മെല്ലെ മെല്ലെ ആയിട്ട് പറയാം. പക്ഷേ അവരത് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരം വരുന്ന സമയത്ത് നിങ്ങളെ ആയിരിക്കും അവരെല്ലാവരും കുറ്റം പറയുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടാവും. സോ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ സംശയം നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരുമായി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചെറിയ ചെറിയ സൂചനകൾ കൊടുത്തു തുടങ്ങുക. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവരുടെ ചുറ്റുമുള്ള അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളെ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ മക്കളോട് പറയുക, ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഇത്രയും വിഷമമുണ്ട് എന്നുള്ളത് അവരോട് പറയാം. മാത്രമല്ല അവർക്കിത് കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അവർ കണ്ട് മനസ്സിലാക്കിക്കോട്ടെ. കാരണം നാളെ ഒരു അവസരം വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് വിളിച്ച് പറയാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കുട്ടികളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല, മീൻസ് കുട്ടികളെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ കുട്ടികളല്ലാതെ ഇനിയിപ്പോൾ ആ വീട്ടിൽ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പിന്തുണ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതായത് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളുടെ പിന്തുണയും കൂടി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംശയം പിന്നീട് അങ്ങോട്ടും എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് ഇങ്ങനെ പാർട്ട്ണർക്ക് സംശയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും, സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ടാവും. 1, 2, 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ മൂർച്ച കൂടുമെന്നല്ലാതെ കുറയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 വർഷമൊക്കെ ആയി ഇത്തരത്തിൽ സംശയ രോഗം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ
വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിലൊരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് കാര്യം എന്താണെന്നുള്ളത് പറയുക. ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിൽ ഒരു ഇത് ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടും എന്നുള്ളതാണ്. സോ ഏറ്റവും ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇത് കൂടുതലാവാനായിട്ട് നിങ്ങൾ നിർത്തരുത്. അതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നു, കൂടിപ്പോയാൽ 2 വർഷം, അതിൽ കൂടുതൽ നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുവരുത് എന്നുള്ളതാണ്. ആ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങളിത് മാക്സിമം പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവർക്കൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഒരു സംശയരോഗിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്